നമസ്കാരം, എല്ലാവർക്കും ഫ്രാഗ്രൻസ് മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ക്രീഡിൻ്റെ ഒരു ഫ്രാഗ്രൻസ് ആണ്. ക്രീഡ് ഗ്രീൻ ഐറിഷ് ക്രീഡ് എന്ന് പറയും. കണ്ടോ, എൻ്റെ അത് കുറച്ച് പഴയതാണ്. ഇതാണ് ഇതിൻ്റെ ബോട്ടിലും പ്രസൻറ്റേഷനൊക്കെ വരുന്നത്. ബാക്കിലെ ദീസ് എസൻസസ്, ഫ്ലവർ അബ്സൊല്യൂട്ട്, സ്പൈസസ്, വുഡ്സ് ആൻഡ് Hesperidea are picked, sorted and selected each year by our creative perfumer Olivier Creed. They are natural, just like our iris and vanilla infusions. This composition is a combination of prestigious and rare essences. The maceration method and the artisanal filtration used for some of our collections reflect a house combining tradition and quality for over 2 centuries. ഈ ക്രീഡിൻ്റെ ബാക്കിൽ എഴുതിയിരിക്കുന്ന സാധനം ഞാനിപ്പോൾ വായിച്ചത് കണ്ടോ. ഈ ഫ്രാഗ്രൻസുകളെല്ലാം വേണ്ട രീതിയിൽ മാസറേഷനും ഇതും ഫിൽട്രേഷനും എല്ലാം കഴിഞ്ഞിട്ടാണ് വരുന്നത്. നമ്മുടെ മിഡിൽ ഈസ്റ്റുകാർ ഉണ്ടാക്കിയപ്പോഴേ ഇറക്കി വിടുന്ന പോലെയല്ല. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ഇതെനിക്ക് വായിക്കാൻ അറിയത്തില്ല. ഇത് വായിച്ചാൽ മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് സായുജ്യമടയുക. ഇതുണ്ട്, ഇതുണ്ട് താഴത്തെ ഇങ്ങനെ കിടപ്പുണ്ട്. ഇത് ഞാനേതോ ഏതാണ്ട് എടുത്തപ്പോൾ അത് തെറിച്ചത് ഏതാണ്ട്. എൻ്റെ കയ്യിൽ ഇത് കുറേ നാളായിട്ടിരിക്കുന്നു. നമ്മൾ തുറന്നു കഴിയുമ്പോൾ ഇത് കണ്ടതേ, തുറന്നു കഴിയുമ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ. ഇതല്ല, ഇങ്ങനെയാണ് തുറക്കുന്നത്. ഇവിടെ അപ്പം ക്രീഡും മകൻ ക്രീഡും മുത്തച്ഛൻ ക്രീഡും എന്ന് തോന്നുന്നു. കണ്ടോ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് 1740 എന്നുള്ള ഇപ്പം ഇത് മുതലാണ് ക്രീഡ് അവരുടെ പെർഫ്യൂംസൊക്കെ ഉണ്ടാക്കി തുടങ്ങിയത്. നമുക്കത് കഴിയുമ്പോൾ ഫ്രാഗ്രൻസിലേക്ക് വരാം. ബോട്ടിലൊക്കെ നല്ല ടൈറ്റാണ്, നിങ്ങൾക്ക് ഈ ക്യാപ്പിലൊക്കെ പിടിച്ചെടുക്കാൻ പറ്റും. ഇത് കണ്ടോ, ഇതാണ് ഗ്രീൻ ഐറിഷ് ക്രീഡ്. നല്ല മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ്. ഇവിടെ ഇങ്ങനെ കുറച്ച് ഇതൊക്കെ എഴുതിയിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇതുണ്ട്, ഇവിടെ ബാച്ച് കോഡൊക്കെ ഉണ്ട്, ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടെങ്കിൽ. പിന്നെ ഇത് കണ്ടോ, ഇത് ക്രീഡിൻ്റെ എംബ്ലമാണ്, നിങ്ങൾക്ക് കാണാം. നമ്മളെടുക്കാം അറ്റോമൈസർ. ക്രീഡിൽ അറ്റോമൈസർ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട അറ്റോമൈസറിലൊന്ന് ക്രീഡിൻ്റെ ഇതുണ്ട്, ഞാൻ കാണിച്ചു തരാം. കണ്ടോ, അടിപൊളി സാധനം. നമുക്ക് ഫ്രാഗ്രൻസിൻ്റെ ഒരു കൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. പിയറി ബോർഡൻ എന്ന് പറയുന്ന പെർഫ്യൂമറി ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അയർലൻഡിലെ ഗ്രീൻ പാടങ്ങൾ, കൺട്രി സൈഡ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഗ്രാമങ്ങളിലുള്ള പച്ച പിടിച്ച പാടങ്ങളിലൂടെ നടക്കുമ്പം ആ പച്ച പിടിച്ച പുല്ലിൻ്റെയും അരോമാറ്റിസിറ്റിയുള്ള പുല്ലുകളുണ്ട്. ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ലെമൺ ഗ്രാസ്, തുളസി, ഇങ്ങനെയുള്ള അരോമാറ്റിക് എന്ന് പറഞ്ഞാൽ കുറച്ച് മണമുള്ള പുല്ലുകളുണ്ട്. അങ്ങനത്തെ പുല്ലുകളുടെ മണമാണ് ഇതിൻ്റെ ഇൻസ്പിറേഷൻ. ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ് ഈ സാധനം. അയാളത് ശരിക്കും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതാണ് അയാളുടെ കഴിവെന്ന് പറയുന്നത്. അയാൾ ഇത് നിങ്ങൾക്ക് ആ പച്ച പുല്ലുകൾ വിത്ത് നല്ല അരോമാറ്റിസിറ്റി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇത് ഭയങ്കര ക്യാപ്റ്റിവേറ്റിങ്. നിങ്ങൾ എപ്പം ഇത് അടിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്കൊരു ഒരു സുപ്പീരിയോറിറ്റി, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സന്തോഷവും ഒരു സുപ്പീരിയോറിറ്റിയും കൂടെ തോന്നും ഇതിനകത്ത്. അൺലൈക്ക് ഡേവിഡ് ഓഫ് കൂൾ വാട്ടർ ഉണ്ട്, പിയറി ബോർഡൻ തന്നെ ഇറക്കിയ ഇതിൻ്റെ ക്ലോണാണ്. ഞാനത് പിന്നെ ക്ലോൺ വാർ ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ഇതെല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ, ഡേവിഡ് ഓഫ് കൂൾ വാട്ടർ. എല്ലാവരും മിക്കവാറും പേരുടെ കയ്യിലുള്ള. പിന്നെ അൽ ഹർമൈൻ അംബറൂദ് നോട്ട് അക്വാദുബായ് കാർബൺ എഡിഷനുണ്ട്. അൽ ഹർമൈൻ അംബറൂദ് കാർബൺ എഡിഷൻ. പിന്നെ അർമാഫ് ട്രസ് ന്യൂയി അങ്ങനെ എങ്ങാണ്ട് പറഞ്ഞൊരു സാധനമൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ക്ലോൺ വാർ ചെയ്യുമ്പോൾ ചെയ്യാം. ഇതിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊജക്ഷൻ ആദ്യത്തെ 2 hours നല്ല പ്രൊജക്ഷനാണ്. 3 മണിക്കൂറോളം നല്ലതായിട്ട് പ്രൊജക്റ്റ് ചെയ്യും കേരളത്തിൽ. പിന്നെ ഷട്ടിലും ബോഡീസിൻ്റെയൊക്കെ ആയിട്ട് ഇതൊരു 7 മണിക്കൂറോളം നിൽക്കും. നമുക്ക് അടുത്ത് വരുന്നവർക്ക്, ഒരടിക്കുള്ളിൽ വരുന്നവർക്ക് അത്യാവശ്യം മണം കിട്ടും. പക്ഷേ ഇത് കണ്ടമാനം പ്രൊജക്റ്റ് ചെയ്ത് കയറുന്നതല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതന്ന് ക്രിയേറ്റ് ചെയ്തത് സമൂഹത്തിലെ വലിയ നിലയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഇംഗ്ലീഷ്, ഫ്രഞ്ച് രീതികളിൽ ഒക്കെ വലിയ നിലയിലുള്ള ആൾക്കാരൊന്നും ആരുടെയും അടുത്തോട്ട് അങ്ങ് ഇടിച്ചു കയറുന്ന ഒരു തരത്തിലുള്ള ഒരു സാധനം അവർ ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ അവരുടെ ആ ക്ലാസ് അവരിങ്ങനെ ഉള്ളിലേക്ക് കീപ്പ് ചെയ്യും. അതുപോലെ തന്നെയാണ് ഈ ഫ്രാഗ്രൻസിൻ്റെ പ്രൊജക്ഷനും. ഒരു 1-1.5 അടിക്ക് അപ്പുറം ഇത് പ്രൊജക്റ്റ് ചെയ്ത് കയറത്തില്ല. ഭയങ്കര നാച്ചുറലി സ്മെല്ലിങ് ആയിരിക്കും.
നിങ്ങൾക്ക് ഇങ്ങനെ മണത്തോണ്ടിരിക്കാനാണ്. നാളെ രാവിലെ വരെ മണത്തോണ്ടിരുന്നാലും നിങ്ങൾക്ക് ഇത് മടുക്കത്തില്ല. അത്രയ്ക്കും നാച്ചുറൽ ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാളിറ്റി ഇതിൻ്റെ അകത്തുണ്ട്. ഇതിൻ്റെ ടോപ്പ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർബീന ആൻഡ് ഐറിസ്, അതായത് ചെറിയൊരു ലിപ്സ്റ്റിക്ക് സ്മെല്ല് വിത്ത് വെർബീനയാണ്. വെർബീനയുടെ ഗ്രീൻ സ്മെല്ല് ഇങ്ങനെ വാരിക്കോരി ചൊരിഞ്ഞിരിക്കുകയാണ്. പിന്നെ മിഡിൽ നോട്ടിൽ വയലറ്റ് ഫ്ലവർ വരുന്നുണ്ട്. അപ്പം ഇത്തിരി ഒരു അരോമാസ്റ്റിസിറ്റിയും ഒക്കെ ആയിട്ട് അംബർഗിരിയും സാൻഡൽവുഡും ബേസിൽ ഇത്രയും ഒരു നിങ്ങൾക്ക് നല്ല പച്ച പുല്ല് ഇതിനകത്ത് കുറച്ച് ഹെർബൽ ടോൺ ചേർത്ത് മണത്താൽ എങ്ങനെ ഇരിക്കും, അതാണിത്. ഭയങ്കര റിഫ്രഷിംഗ് ആണ്. അതായത് നിങ്ങൾക്ക് മണത്ത് കഴിഞ്ഞാൽ നല്ല സന്തോഷം തോന്നിക്കും. ഇത് ഡാർക്ക് ഫ്രാഗ്രൻസുകൾ മണത്താൽ നമ്മൾ ചിലപ്പോൾ മൂഡിയാവും. അതായത് നമുക്ക് വേറൊരു മൂഡിലേക്ക് അത് നമ്മളെ എടുത്തുകൊണ്ട് പോകും. ഇത് അങ്ങനെയൊന്നുമില്ല. ഇത് ഭയങ്കര ക്ലാസ് ആണ്. പിന്നെ ഡേവിഡ് ഓഫ് കൂൾ വാട്ടർ, പിന്നെ ഗ്രീൻ ഐറിഷ് മറ്റു ക്ലോണുകൾ, ഇതൊന്നും ഇതിൻ്റെ അടുത്തങ്ങ് നിൽക്കത്തില്ല. ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ. സെൻ പ്രൊഫൈൽ സിമിലർ ആണെങ്കിൽ പോലും നല്ല സിന്തറ്റിക് വൈബ് അതിനകത്തെല്ലാം മണക്കും. ഇതിൻ്റെ നാച്ചുറൽ സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമാണ്. പിന്നെ ഒറിജിനൽ പെർഫ്യൂമർ തന്നെ ക്രിയേറ്റ് ചെയ്ത സാധനമാണ് കൂൾ വാട്ടർ. സോ ഇതിൻ്റെ എപ്പോഴും ഏറ്റവും ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് അത് തന്നെയാണ്. അതിനകത്ത് അങ്ങേരുടെ കുറച്ച് ട്വിസ്റ്റുകളും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനത് ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലോൺ വാറിൽ പറയാം. ഇത്രയാണ് ഇതിൻ്റെ പ്രൊജക്ഷനും പിന്നെ ലോഞ്ചിവിറ്റിയും ഒക്കെ വരുന്നത്. പിന്നെ ഈ ഡേവിഡ് ഓഫ് കൂൾ വാട്ടർ ഒന്നും പോലല്ല. ഇത് നിങ്ങൾ വിയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നല്ല വെൽ ഡ്രസ്ഡ് ആയിരിക്കണം. വെൽ ഡ്രസ്ഡ് ക്ലാസിക് ജെന്റിൽമാൻ ഓർ ക്ലാസിക് ആയിട്ട് ഉള്ള ഒരു വുമൺ ആയിരിക്കണം. ഇത് യൂണിസെക്സാണ്, പെർഫെക്റ്റ്ലി യൂണിസെക്സാണ്, മാൻലി ഒന്നുമല്ല. നല്ല ക്ലാസിക് ആയിട്ടുള്ള ഒരു വുമൺ അല്ലെ മാൻ ആയിരിക്കണം. അത് ആ ക്ലാസ് ആണ് ഇതിനകത്ത് നിങ്ങൾ കൊണ്ടുവരേണ്ടത്. എപ്പോഴും ഈ ഗ്രീൻ ഐറിഷ് ഷെയ്ഡാണ് നിങ്ങൾ അടിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ ക്ലാസ് കൺവേ ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ആ ഒരു ക്ലാസ്സിനെ കോംപ്ലിമെൻറ്റ് ചെയ്ത് അതിൻ്റെ പൂർത്തീകരണം കൊണ്ടുവരുന്നൊരു പെർഫ്യൂമാണിത്. ഇതുപോലെ ക്ലാസ് ഡിമാൻഡ് ചെയ്യുന്ന വേറൊരു പെർഫ്യൂമാണ് നമ്മുടെ ഫ്രാൻസിസ്കോ ക്രിജാൻ്റെ ഗ്രാൻഡ് സോർ നല്ല ക്ലാസ് ഡിമാൻഡ് ചെയ്യുന്ന പെർഫ്യൂമാണ്. പിന്നെ അതുപോലെ ക്ലാസി ആയിട്ടുള്ള ഒരു ജെന്റിൽമാൻ. പിന്നെ ഊത് ഫോർ ഗ്രേറ്റ്നെസ് ഒക്കെ പോലുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ അത് ബോസി കൈൻഡ് ഓഫ് ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന പെർഫ്യൂം അത്. അങ്ങനെ പെർഫ്യൂമിന് ഒരു ക്യാരക്ടറുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ജെന്റിൽമാൻ, ക്ലാസി ജെന്റിൽമാൻ ആണ് ഇത് നന്നായിട്ട് ചേരുക. പക്ഷേ ഡേവിഡ് ഓഫ് കൂൾ വാട്ടറിന് ഈ പ്രശ്നമില്ല. ആർക്കും അടിക്കാം. ഏത് ചിപ്പിളി പിള്ളേർ മുതൽ അങ്ങ് അപ്പൂപ്പന്മാർക്കും അമ്മൂമ്മമാർക്കും എല്ലാവർക്കും അടിക്കാം. ആരും ഒന്നും പറയത്തില്ല. പക്ഷേ ഇതങ്ങനെയല്ല. ഇതിന് കുറച്ച് ക്ലാസ് കൂടുതലാണ്. അതെന്തുകൊണ്ടാണ് ആ ഡിഫറൻസ് വന്നതെന്ന് എനിക്കറിയത്തില്ല. ഒരുപക്ഷെ ഇതിൻ്റെ ആ ഒരു ഇൻഗ്രീഡിയൻസ് ആ ഒരു ഡിമാൻഡ് കൊണ്ടുവരുന്ന കാരണമായിരിക്കാം. പിന്നെ വില വരുന്നത് കണ്ടമാനാണ്. വില 20,000 രൂപ 30,000 രൂപ 100 ml പിന്നെ ഒരു കാര്യം, ക്രീഡിൻ്റെ ഫ്രാഗ്രൻസുകൾക്ക് ഇപ്പം നല്ല പെർഫോമൻസ് ഇഷ്യൂസ് ഉണ്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞ പെർഫോമൻസ്, എൻ്റെ ഇത് നല്ല പഴയ ബാച്ചാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ പെർഫോമൻസ് ഇഷ്യൂസ് ക്രീഡിന് കേട്ടതുകൊണ്ടാണ് ഞാൻ ക്രീഡ് ഫ്രാഗ്രൻസസ് അധികം റിവ്യൂ ചെയ്യാത്തത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഞാൻ ക്രീഡ് അധികം റിവ്യൂ ചെയ്യാറില്ല. ക്രീഡ് അധികം റിവ്യൂ ചെയ്യാത്തതിൻ്റെ കാരണം ഈ പെർഫോമൻസ് ഇഷ്യൂസ് പറഞ്ഞു കേൾക്കുന്നതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് വാങ്ങിക്കുക കേട്ടോ. ഇതിപ്പം ഗ്രീൻ ഐറിഷ് ഷെയ്ഡ് വാങ്ങിച്ചാൽ 4 മണിക്കൂറൊക്കെ മതി എന്നൊക്കെ കുഴപ്പമില്ലാത്തവരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പൈസ കളഞ്ഞാലും പൈസ കളയുമല്ല, നിങ്ങൾക്ക് ആ കൊടുക്കുന്ന പൈസയ്ക്ക് ഒരു 3-4 മണിക്കൂർ 4.5 മണിക്കൂറൊക്കെ മതി എന്നൊരു ഇതുള്ള ആളുകളുണ്ടെങ്കിൽ പോയി വാങ്ങിച്ചോ. നിങ്ങൾക്ക് ക്ലാസ് ആണോ വേണ്ടത്, അതായത് നിങ്ങൾക്ക് നാച്ചുറൽ ഇൻഗ്രീഡിയൻസിൻ്റെ ആ ഒരു ക്ലാസ് ആണ് വേണ്ടതെങ്കിൽ ഞാൻ ഇത് വാങ്ങിക്കാനേ പറയുള്ളൂ. കാരണം ഇതിന് ഇതിൻ്റെതായിട്ടുള്ള ക്ലാസ് ഉണ്ട്. പക്ഷേങ്കിൽ അല്ല, നിങ്ങൾക്ക് ഈ സെൻ പ്രൊഫൈൽ മതി ഏതാണ്ട് സിമിലർ ആയിട്ടുള്ള. പക്ഷെ നിങ്ങൾക്ക് എവിടെയും അടിക്കാൻ പറ്റിയ ഒരു ഫ്രാഗ്രൻസ് ആണ് വേണ്ടത്. അല്പം പെർഫോമൻസ് ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇത് നല്ലതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഗ്രീൻ ഐറിഷ് ട്വീഡിൻ്റെ വിശേഷങ്ങൾ. അപ്പം കേരളത്തിൽ ഈവനിങ്ങിൽ അടിച്ചാൽ പൊളിക്കും കേട്ടോ. ഈവനിങ്ങിൽ അടിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും. നമുക്ക് ഈ നൈറ്റിലൊക്കെ നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് പോകേണ്ട പാർട്ടിയൊക്കെ ഇല്ലേ, അതിനൊക്കെ അടിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് മിനിക്കും. പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ അപ്പുറത്തെ ഒരു 50 പേര് ഡേവിഡ് ഓഫ് കൂൾ വാട്ടർ അടിച്ച് കാണും. അപ്പം നിങ്ങൾ ഇപ്പം വേറിട്ട് നിൽക്കുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ അങ്ങ് ഒരു ഫ്രാഗ്രൻസ് എന്തൂസിയാസ്റ്റിന് ചിലപ്പോൾ മനസ്സിലായിരിക്കും. ഗ്രീൻ ഐറിഷ് ട്വീഡ് വേഴ്സസ് ഡേവിഡ് ഓഫ് കൂൾ വാട്ടർ ഇത് ഏതാ അടിച്ചിരിക്കുന്നതെന്ന് സ്മെല്ലിനകത്തുനിന്ന്. പക്ഷേ എങ്കിൽ അല്ലാതെ ഒരു 100 പേരെ എടുത്ത് മുളപ്പിച്ചാൽ 99 പേർക്കും മനസ്സിലാകത്തില്ല. അവർ ചോദിക്കേണ്ട ആ ഡേവിഡ് ഓഫ് കൂൾ വാട്ടർ അല്ലേ എൻ്റെ കയ്യിലും ഉണ്ടെന്ന് പറയും. അപ്പം നിങ്ങളത് നോക്കി വേണം ചെയ്യാനായിട്ട്. ഇത്രയും പൈസയൊക്കെ കളഞ്ഞിട്ട് അവസാനം
യുണീക്കായിട്ട് സ്മെല്ല് ചെയ്യത്തില്ല. 1985 ഇറങ്ങിയതാണ്. 1988 വരെ യുണീക്കായിരുന്നു. 88 ഡേവിഡ് ഓഫ് കൂൾ വാട്ടർ ഇറങ്ങി, പിന്നെ അതോടുകൂടി ബും. അപ്പം അത്രയ്ക്കും വേണം എന്നുള്ളവർ വാങ്ങിച്ചോളുക. അല്ലാത്തവർ ഡേവിഡ് ഓഫ് കൂൾ വാട്ടർ, അക്വാ ദുബായ് ഒക്കെ വെച്ച് സഹായിച്ച് പടയുക. വേറെ കുറേ എണ്ണം കൂടെ ഞാൻ ക്ലോൺ വാറിൽ പരിചയപ്പെടുത്താം. അപ്പം അതുവരേക്കും എല്ലാവർക്കും ബൈ.